എനിക്ക് കണ്ണാപ്പിയോട് മാറ്റി തരാം. വെണ്ട സാബു 69 നീ ബാൻ ചെയ്തടാ കണ്ണാപ്പി, അവൻ വിഷമിക്കുന്നു. മാറ്റി കൊടുക്കണം. ഞാൻ എല്ലാരും നിങ്ങൾ ഹാപ്പി ആയില്ലേ? എല്ലാരും ഹാപ്പി ആയില്ലേ? അപ്പൊ അത് തീരുമാനമാക്കിയിട്ടുള്ള അത് എനിക്കും കണ്ടപ്പോ ഇന്റൻഷനൽ ആയിട്ട് തോന്നില്ല. പ്രോപ്പറോട് താഴെ ഇറങ്ങി പോയിരിക്കാൻ വേണ്ടി റിവേഴ്സ് എടുത്തതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. പറയാം ഇവിടെ ഇപ്പൊ വാറ്റിന്റെ പ്രശ്നങ്ങളാണ്. വാറ്റ് അവർ രണ്ട് സൈഡിലോട്ട് മാറ്റിയടാ. തീരുമാനായ 5 വണ്ടി എത്തിയിട്ടുണ്ട്, ഒരു വണ്ടി കൂടെ വരാണ്. റിസൾട്ട് എന്തായാ PO കണ്ടു കഴിഞ്ഞാ? ചന്ദ്രന്റെ ഡെയിലി കഴിഞ്ഞില്ലേ? ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിറ്റിംഗ് വന്നു, TV ഇറങ്ങി. സോറിടാ, മാറ്റി കുഴപ്പി ഞെക്കിയിരിക്കുക. സോറി. വീഡിയോമിന് മുമ്പേ ഡെഡ് ആയതായിട്ടാണ് എന്റെ വ്യൂ. പിന്നെ വീഡിയോ ആയിട്ടുള്ളത് സ്വന്തം വണ്ടി തന്നെയാണ് അവരുടെ. ചെക്ക് ചെയ്തത് ഒരു വീഡിയോ ഇല്ല, ഇത് ക്ലിയർ ആയിട്ട് കണ്ടല്ലോ അടിച്ചു വന്നത്. വീഡിയോ വന്നല്ല, സേവ് അടിച്ചിട്ടില്ല. അപ്പൊ രണ്ട് സൈഡിലോട്ട് മാറ്റിക്കോടാ. മാറ്റിക്കോ, അത് സ്വന്തം വീഡിയോ. അത് ആരെ വിളിച്ചത്? തോന്നുന്നു. ഇതിന് 2 മണിക്കൂർ സേഫ് സോൺ ആയി. എന്റെ ദൈവമേ, ഞാൻ ലൈവ് കഴിഞ്ഞ ഉടനെ ഞാൻ ഇറങ്ങി ഓടുവേ. എനിക്ക് നട്ടല് വേദന എടുക്കാൻ തുടങ്ങി. ഞാൻ നേരെ ഗോകു PO നീലം കാണിക്കും POV കേട്ടാ. ഗോകു അല്ല, ഗോകു നീലം PO കാണിക്കാൻ. എത്ര പേരെ കൊന്നു? ഒരുത്തനല്ലേ? അവൻ മാത്രം ഇറങ്ങിയതാ, മനസ്സിലായി? അവൻ ഇറങ്ങി കണ്ടറിയാം. ബാക്കിയുള്ളവരോട് അവരുടെ പ്ലേസ് ഇപ്പൊ കറലി കളിച്ചോണ്ടിരിക്കുന്നു. അതൊന്നും പറയണ്ട. നമ്മുടെ ചെറുക്കേ ഞാൻ നിനക്കൊക്കെ വേണ്ടി മോഡറേറ്റർ പണി എടുത്തിരണോ? നീയൊക്കെ എടാ നിന്നെ ചേട്ടാ, ഞാൻ ചന്ദ്രന്റെ റെഗുലർ വാച്ചറാണ്. ബട്ട് ഇന്ന് പ്രീവാർ ടൈമിൽ ഞാൻ സ്പാം ചെയ്ത് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ടൈം ഔട്ട് കിട്ടി തന്നു മോഡറേറ്റർ. ടൈം ഔട്ട് തന്നെ ഇവിടെ നിന്നിട്ടാ കംപ്ലീറ്റ് പറഞ്ഞ ടൈം ഔട്ട് അല്ലേ? അത് കുറച്ചു നേരം ഇതാക്കിട്ട് വന്നാൽ കുഴപ്പമൊന്നുമില്ല. അടങ്ങ്. ഗോകുവിന്റെ ചാനൽ നെയിം ഗോകു. ജോക്കിയുടെ മോഡ് ടൈം ഔട്ട് കിട്ടും. നമുക്ക് ആ ഒരു റിസ്യൂം ഇടുമ്പോ ഫൈറ്റ് ഉണ്ടായി ചാവാതിരി. ഇതിപ്പോ അടുത്ത ഹോൾഡ്
ഓരോ അടി എടുക്കുമ്പോഴും പക്ഷെ ഒരു കാര്യമുണ്ട്, ഓരോ അടിയിലും അവന്മാർ ഓരോരുത്തന്മാരെ വെച്ച് തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വേറത്. ലാസ്റ്റ് തീരുമ്പോ രണ്ടുപേരെ വെച്ച് വേറെ കളിക്കേണ്ടി വരും. പക്ഷെ ഇത് ഇവന്മാർക്ക് അടിച്ചോണ്ട് വീഡിയോ എടാ, രാവിലെ ഒരു ഉമ്മ വന്നില്ലേ തിരിച്ച് ഉമ്മ. അത്രേ ഉള്ളൂ. അത് മുമ്പ് പോയി. ചന്ദ്രൻ ഉമ്മ കൊടുക്ക. ചന്ദ്രൻ ലൈവ് ഉണ്ടോ നീ? സ്പൈ ബ്രോ ഫ്രീ ആണെങ്കിൽ ഒന്ന് പോവോ കേവിടെ അടുത്തോട്ട്? ആർക്കും ഉമ്മ ഉണ്ടേ? ചന്ദ്ര ഉമ്മ ആ ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞേക്കണേ ആരെങ്കിലും ഇപ്പൊ വരുമെന്ന് പറയണേ. എടാ എർബ്രോ ഒന്ന് ഇപ്പം വേറെ അഡ്മിൻ വരുമെന്ന് പറയട്ടെ. എർബ്രോ വേറെ ഡ്രൈവറിന്റെ ഹാപ്പി ആയിരിനെ ഗോഗു ബാൻ ചെയ്തു. ഹാപ്പി ആയി നമ്മളെ ചെറുക്കയും ഇതൊക്കെ മാറ്റി കൊടുക്കും. മാറ്റി ഇന്ന് ഫുൾ ഇതാക്കണേ മറ്റേ കേട്ടാ. എടാ ഞാൻ ഇന്ന് എല്ലാരും അൺബാൻ ആക്കും. ഹാപ്പി ആയി ബാൻ ചെയ്തിട്ടേക്കുന്നത് ഈ കള്ളപ്പതിനാണ് എല്ലാരും ബാൻ ചെയ്യുന്നത്. അളിയാ MRC എപ്പോഴും ലേറ്റ് ആണെന്ന് ഭയങ്കര പരാതി പറയുന്ന ആൾക്കാരാ. നോക്കടാ ഗൈസ്, അപ്പം വാറ്റിന്റെ എല്ലാരെയും മാറ്റി തന്നിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്, എല്ലാരും കൈയടിച്ച് പൾസാക്കേണ്ടതാണ്. ഒരു പ്രശ്നമില്ല. പാസ്സാക്കേണ്ടതാണ്. പൾസ് അല്ല പാസ്. പക്ഷെ നേരത്തെ നല്ലൊരു അടി വന്നതാണ്. പക്ഷെ ആ സമയത്ത് തന്നെ വീണ്ടും ഹോൾഡ് വന്നു. അത് ആവശ്യമില്ലാത്ത ഹോൾഡ് ആയിരുന്നു കേട്ടോ. അത് എന്റെ നോട്ട് അടിട്ടാ അഡ്മിൻ ഇട്ടതാന്ന് തോന്നുന്നില്ല അവള്. വീഡിയോ വലിച്ച അപ്പൊ അവരെ രാജുഭായി നോട്ട് റെഡി ചെയ്യുന്നു. രാജുഭായി കളിക്കാൻ പറ. ഓ അവനിങ്ങി റെഡി ആവണം. അവന് രായണ്ണ അവിടെ അല്ലേ? രായണ്ണൻ കാരണം ഇനി അമ്പത്തൂര് ബാനാക്കി ഒന്ന് സോൾവ് ആക്കി തരുവാന്ന്. അമ്പത്തൂർ എന്ത് റെഡിയാവാനവന്മാർക്ക് കൊടുത്ത ചത്ത് അവനെ കൊണ്ടുപോയി. ഇവനെ ഇനി എന്ത് റെഡിയാവാനാ? ഇനി എന്തോ നീ കത്തിപ്പോയാലും വെന്നക്കം. കാര്യം പറയട്ടെ, നീയൊക്കെ തോക്കും. റോളക്സ് ഗെയിമിംഗ് ബാൻഡ് കേസ് നമുക്ക് ഈ വാരം കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാം. അത് ചെയ്ത് കൊടുക്കാന്ന് പറ. നമ്മുടെ സൈഡിൽ നിന്ന് ഇതായതല്ലേ, നമ്മള് അലോട്ട് ചെയ്ത് കൊടുത്തല്ലേ, ചെയ്ത് കൊടുക്കാന്ന് പ്രശ്നമാർക്കൊന്നും കടന്ന് ഉറങ്ങാൻ വയ്യ രാത്രി. മാറും ബഹളവും എന്തൊക്കെ വിഷയം പറയട്ടെ. പുള്ളി കുറെ സീനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രോ പുള്ളി അമേരിക്കയിലെന്തോ, അമേരിക്ക UK എവിടെയാണ് ഫാമിലിയോട് അവിടെ സെറ്റിൽഡ് ആണ്. 21 വയസ്സുള്ള പുള്ളി ഒന്നുമില്ല. പുള്ളിയുടെ റിയൽ ലൈഫൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒന്നോടെ ചോദിക്കോ റെഡി? അല്ല വീഡിയോമായ സെന്റെക്സ് അല്ലേ വാർച്ചാച്ചിട്ട് ബാക്കിയുള്ളവരാണ്. നമ്മൾ നിങ്ങളിത് കാണുന്നില്ല, നമ്മൾ ഇതൊക്കെ നോക്കത്തുപോലും ദൈവമേ. ഇല്ല ലില്ലി ഫ്ലഫിയാണ്. ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനാണോ? സ്വിറ്റ്സർലാൻഡ് അല്ലേ? അറിയില്ലടാ. സ്വിറ്റ്സർലാൻഡ് നിന്നേക്കാ ഈ ചാറ്റിനെ എല്ലാത്തിനും ഞാൻ വെട്ടി തിന്നും. ആ പുള്ളി ഡെഡ് ആയതിനു ശേഷമാണ് ടിവിയുടെ വണ്ടി ഇരിക്കുന്നത്. അപ്പൊ അതിനാണ് വീഡിയോ വിളിച്ചത്. സ്വന്തം വണ്ടി ഇടിച്ചായിരുന്നു. ചന്ദ്ര സൈസൊക്കെ ചോദിക്കുന്നത് റെഡിയായി. പിള്ളേരൊരു വാറ് ഇവര് അറിഞ്ഞില്ലേ റിസീവ് ചെയ്തൊന്നും? അറിഞ്ഞു അറിഞ്ഞറിഞ്ഞു.
രണ്ട് ടയർ പൊട്ടിയതേ പോണ്. ആടാ യവന്മാരെ ഈ റൈറ്റ് മല കയറുള്ള പരിപാടിയാണ്, മനസ്സിലായ? ആ മല വരുമ്പോഴത്തേക്കും ഇടക്കിടക്ക് ഓർമ്മിച്ചാൽ അറിഞ്ഞു. എന്താണിത്? ഇപ്പൊ അവന്മാരെ ബുള്ളറ്റ് തരും കേട്ടോ. ഇതിപ്പോ 2 മണിയാകുമ്പോ തന്നെ വാറന്റ് ആവാൻ വേണ്ടിയിട്ട് അയക്കുള്ളൂ. പാവങ്ങള്. വരും തോന്നുന്നു ഇങ്ങനെ പോയാ. കറക്റ്റ് അറിയത്തില്ല. 10 ലൈവ് ഉണ്ടായിരുന്നു. 10 ലൈവ് ഉണ്ടായിരുന്നു. അത് കില്ലാണ്, വീഡിയോ അല്ല, കില്ല്. ഇവന്മാരെന്നെ മറ്റുള്ള തുണ്ട് മറ്റേ വീഡിയോ കോൾ ചെയ്യുന്ന അവന്മാരെ ലൈവ് ചാനലും അല്ലാണ്ട് ഇവന്മാരൊക്കെ എന്റെ ലൈവ് റോളിംഗ് HRPയോ ഈ ലൈവ് ഇരുന്ന് ആവശ്യമില്ലാതെ കാണിക്കുന്നോണ്ടാണ് ഇവന്മാർക്ക് പ്രചോദനം കൊടുത്തത്. മനസ്സിലായത്? നമ്മളെ ചാറ്റിലൊന്നും അങ്ങനെ പറയണില്ലല്ലേ. അവര് അവരെ സൗണ്ട് എന്താ അത്? ഇടയ്ക്ക് ഇവരുടെ വണ്ടി ഇതാവുന്നു. അത് ഞാൻ അത് നീ ഇറക്കി വിടുന്ന ഇതേപോലെ. അയ്യോ ശരിയല്ലേ? അയ്യോ എവിടെയാടാ പോണേ? കൃപയിലല്ലേ മറ്റേ ഇത് ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? അവരൊക്കെ വരുന്നത് അല്ലേ? അതല്ലേ അവിടെ അല്ലേ? അത് ശ്രീ നിങ്ങൾ ഇവിടെ പറഞ്ഞോ അവരെ പോയി പ്രഷർ ചെയ്യല്ലേ, പ്ലേയേഴ്സിനെ പോയി പ്രഷർ ചെയ്യല്ലേ ദേവിയത്. ചാറ്റിലുണ്ടാ തിരിച്ചോട്ടോ മല വിട്ടോ. തിരിച്ച് അമ്മാര് ഇതിനു വേണ്ടി തിരിച്ച് മല തിരിച്ച് വീണ്ടും മല ഇൻഫ്ലുവൻസ് ഏറ്റവും മണ്ടേക്കാണോടാ? ഈ ടയർ പറ്റി ഇവനെ അടിച്ചോളാം. പിടി അവനെ പിടിച്ചോളാം. ഓടിയാ മനസ്സിലായി എനിക്കിത്. മല കയറി പോവേണ്ടേ, അവിടെ തലം കുത്തി ചാടേണ്ട. അപ്പൊ നിങ്ങൾ കിക്ക് മാത്രല്ല ആർക്കറിയ പോടാ. മല കയറുക താഴെ ഇറങ്ങാം, മല കയറുക താഴെ ഇറങ്ങാം, താഴെ ഇറങ്ങാം, മല കയറുക. വേറെ എവിടെ പാടി ഇറക്കുന്നുണ്ടോ? അടിവില്ല പൊട്ടിയ കാണിക്കല്ലേ, ഇതൊക്കെ കേക്കേണ്ടി വരും ഞാൻ. എവിടെ അവസാനം പ്രാക്ടീസ് നടത്തിയത്? ശബരിമലയാ? എന്തിനാണ് ചന്ദ്ര വാടാ. എന്താ ഹോൾഡ്
ആര് എടാ വീണ്ടും ഓൾട്ടായോ ഇനി ഓൾട്ടാ പോടാ നമുക്കല്ലേ ഈ എറർ എന്ന് പറഞ്ഞാ ഇത് ഡൂഡാണോ? ഓൾട്ടായെന്ന് പറഞ്ഞോണ്ട് ഇവന്മാരോട് നോ ഇരിക്കുവാൻ ടോളറൻസ് നോ ടോളറൻസ് ആണ് ഇൻഷുറൻസ് പയ്യെ ഇപ്പൊ കറന്റ് സിറ്റുവേഷനിലാണ്. പുള്ളിയൊക്കെ എങ്ങനെയാലും സ്ക്രീൻ നിർത്തി പോയാൽ മറ്റേ ഹെൽപ്പ് മറ്റേ കണ്ണൊക്കെ അടഞ്ഞിരിക്കുവോ നേരത്തെ കേസ് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ മറ്റേ പാട്ടെന്തിനായിരുന്നു എല്ലാവരും അത് മറന്നു പാട്ട് ആ ഇറങ്ങി താഴെടാ, പോടാ. ആ ബെല്ലാരി രായനെ 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 ബെല്ലാരി ഒന്ന് ഓവറാ 10 മിനിറ്റിന്റെ കേസ് പ്ലേസ് എപ്പോഴും മസലുകൾക്ക് തന്നെ നടന്ന് സഞ്ചരിച്ചു. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ ആരും ചൂടാ കൊണ്ടുപോയി. നല്ല വെള്ളമായി സ്വാമി ദൈവമേ പുറത്ത് അത് പുറത്ത് ഫ്ലഫി അടിച്ചു പോയാ ഇൻഫ്ലുവൻസ് കൂടുന്നുണ്ട് ഇത് വെക്കണം. ഇത് എന്താടാ ഇവന്മാര് ഏത് ഗോൾഡൊക്കെ വിളിച്ചിട്ട് അത് വേറെ കാറ്. എടാ എനിക്ക് വിശക്കുന്നുണ്ട് ചെറുപ്പം പോലെ മറ്റേ കൊണ്ടുവരേണ്ട ആവശ്യം. ജയിക്കാൻ പറ്റിയ സമയം എടാ ഫുഡ് ഓർഡർ ചെയ്താൽ ഞാൻ ഇനി അവിടെ പോയി എടുക്കണം അതാണ് പ്രശ്നം എന്താ എന്റെ പിടിച്ചോ അറിയാം ഡ്രൈവറിനെ ഞാൻ പറയാം ആ DNL കുത്തി അടുത്ത് 4 ഒരു 5 വരെ കുത്തിയിരുന്ന് കുറച്ച് പാടാണ്. ക്രൂസ് ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. അത്ര ഉള്ളു എടുത്തിട്ട് മണ്ണ് കുണ്ണച്ചോളാ മാറടിയിലെ അടിയനല്ല അവനെ അങ്ങ് പന്നിയായിരുന്നു. ബാക്കി ഒരു അടി നടന്നിട്ടുണ്ട് ഓൾഡ് ഒന്നുമില്ല ആ പിക്ക് അവർ ആ വണ്ടി ഫുള്ള് കിട്ടിയില്ല. ഡ്രൈവറിനെ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ എനിക്കൊന്ന് പാസഞ്ചറിനെയാണ് ഇത് ഞാൻ കിട്ടിയത്. പറഞ്ഞ പോലെ മറ്റേ അവസാനം ടി വിയാണ് ജയിച്ചത്. ടിവിയുടെ സൈഡ് ഡൗൺ ഞാൻ ആവശ്യത്തിന് ഞാൻ എന്നെ പൊക്കാനുള്ളതല്ല ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നീ ഡബ്ല്യൂ ആയി നോക്കി ഇപ്പൊ ഡബ്ല്യൂ ആയത് ഇങ്ങനെ കോള് നോക്കിയോ ഫാമിലി ಇನ್ನೋರ್ತ 2 ಡಿಂಕ್ മൂന്ന് വണ്ടി ഉള്ളല്ലേ 2 വണ്ടി എന്ത് ചെയ്യാൻ പറഞ്ഞത് ഒത്തര മലയ്ക്ക് മേലെ ഇവിടെ അവന്മാര് വരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങി ഡയറക്റ്റ് അടിച്ച് പൊട്ടിച്ചോ കുഴപ്പമൊന്നുമില്ല അക്കരെ ഇക്കരെ നിന്നാലകരെ இல்ல டனலுக்கு மேல இருக்கு மலைக்கு போனா அடிக்க முடியாது എടാ ഏബില് മാത്രം ഏബിലെ ഇവിടുന്ന് കറങ്ങിയടാ ഇത് കറങ്ങി ഇതിന്റെ മണ്ടയ്ക്ക് വരാൻ പറ്റും നിനക്ക് ഇവിടെ ഇതിന്റെ മണ്ടയ്ക്ക് മനസ്സിലായോ ഏബില് മാത്രം എന്താടാ ഏബില് ഇതിന്റെ മണ്ടയ്ക്ക് കറങ്ങിപ്പോ ഈ സമയത്ത് ഒറ്റക്കാക്ക് കത്തിപ്പോയെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല അവന്മാര് മണ്ടൊക്കെ അടിച്ചോട്ടോ അവന്മാര് അവിടെ നിന്നും പോയി ടി വി എടുക്കുക കേട്ടോ. നൈസ് നൈസ് ഇവിടെ ഇവിടെ വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ പിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കുത്തി നിർത്തണ എല്ലായിടത്തും അളിയാ ഒരു വണ്ടി പണ്ടപ്പെട്ടളിയാ ഈ വണ്ടി പറ്റില്ല. അളിയാ 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 ഇതിന്റെ ഉണ്ട് അളിയാ എമ്മാരെ വണ്ടി എല്ലാം
ഇവരെ വണ്ടി എല്ലാം ഹാൻഡിക്യാപ്ഡ് ആണ് കേട്ടാ. പോയി ഇതില് റിപ്പയർ ഇല്ലേ? ഉണ്ട് കയ്യിൽ വെച്ച് റിപ്പയർ ചെയ്യാം. ബുദ്ധിയില്ലല്ലോടാ. ഇറങ്ങി കുത്തറാ. ഇല്ലടാ നമ്മള് വീണടാ. റഷ്യൻ ഡൗൺ ആയിട്ടുണ്ട്. എടുത്ത് വെച്ചോറാ. ലാസ്റ്റ് ഡൗൺ ആയ 4 പേര് പേരൊന്ന് നോക്കണം. ആരെങ്കിലും ലൈവ് ഒന്ന് എന്താ വെടിവെച്ചോണ്ടിരിക്കുന്നതിനിടയിൽ സാധനം ഇട്ടാറല്ലേ? മനസ്സിലായി. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹെൽപ്പ്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹെൽപ്പ്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹെൽപ്പ്. നമ്മള് നോക്കുന്നുണ്ട്. അതാരാ വിളിച്ചേ? Let's go baby, let's go. പന്നി മാരി എടുത്തിട്ട് കളിച്ച് നേരത്തെ തീർത്തോടാ. മനസ്സിലായ? നിന്റെ ഏരിയ വന്നടിച്ചിട്ടുണ്ട്. ഓടി അങ്ങ് പുതുക്ക് വരെ ഓടിയാൻ. എനിക്കാണ് രാവിലെ സിനിമയ്ക്കും പോകാനുള്ളത്. മായിരി എത്ര നേരം ഇനിയിപ്പോ ഇന്റർവ്യൂ കണ്ടു വെച്ചു ഞാൻ. 8 മണിക്ക് സിനിമയുണ്ട് പോലെ എന്ത് ചെയ്യും? ഹലോ കഴിഞ്ഞ ഇതിന്റെ ഉണ്ടോ ഇനി? അതുണ്ടാവും. ഇനി 1-2 പ്ലേസിന് തല്ലാൻ നടക്കണ്ടേ. ഇത് രാജുഭായ് ഇല്ലല്ലേ? ഇത് രാജുഭായ് അവന്മാര് അല്ല ദിയോട് മാത്രം തന്നെ ഉള്ളു നീ. വാഷേ അവൻ ടൈപ്പ് ചെയ്തിട്ടെങ്ങനെ മൊണ്ണ പട്ടി. നമ്മളിപ്പോ ഇവിടെ നമ്മളെ ആൾക്കാർ കുറവ് എന്നിട്ടുള്ളൂ. രാജുഭായ് കിടന്ന് വണ്ടിയിൽ ഇടിച്ചു കളിക്കുന്നില്ല. എന്നിട്ടാണ് നമ്മളെ ഇടിച്ചിടിച്ച് ഹെൽപ്പ് ഇട്ടിട്ടെ അവന്റെ POV കൂടെ ചോരാ. അത്രേ ഉള്ളൂ. സ്റ്റീവ് ഇറ്റാച്ചി സ്നൈപ്പർ ഒരു വരവുണ്ടായിരുന്നു. എന്റെ അമ്മ അത് വിഷയമായിരുന്നല്ലേ? സുൽത്താന്റെ കേടി കൂടിയല്ലോടാന്ന്. ഇവരെല്ലാ ഇതിലും ഇടി തന്നെ ഈ വണ്ടി ഇട്ട്. ഈ വണ്ടിക്കാണ് ഹൈപ്പ്, പ്ലേയേഴ്സിനല്ല. ഹോൾഡ് ഇട്ടതിന് ശേഷം ഉള്ളത്. സോറി ഒരുത്തം വന്നേക്കുന്ന അവിടെ കിൽ വണ്ടി എന്നാണ് പേര്. കിൽ വണ്ടി. കോച്ച് വീണി എത്തുന്ന ഇപ്പൊ തീരണ്ട സാധനം തീരേണ്ട അളിയാ. ഇത് എന്ത് കറി ഇത്? അല്ല വിട്ടതാ പണ്ണി. ഇനി ഇവന്മാര് മറ്റേ സിറ്റി മൊത്തം കറങ്ങും. ഇനി ഒരു അരമണിക്കൂർ ഇവിടെ. അപ്പൊ ഇതിപ്പോ ഇവരെല്ലാം പൊക്കിയിട്ട് ആയം തൊട്ടടിക്കണോ? അയ്യേ പോടാ. ശേഷം കൊന്നവരെ അത് നമ്മുടെ രണ്ടുപേരും എന്തോ ഡെഡ് ആയെന്നാണ് എന്റെ ഒരു നിഗമനം. ഇന്റർനാഷണൽ വീഡിയോ അല്ല. അല്ല രാജുഭായ് വീഡിയോ കിക്ക് ആയിട്ടുള്ളതാ. അത് സ്ക്രിൽ ബ്രോ നോക്കുന്നുണ്ട് പുറത്ത് വീഡിയോ. ഞങ്ങളിപ്പോ POV നോക്കിയിട്ടുള്ളതേ ഹോൾഡിന് ഏഷ്യ ഡൗൺ ആയ പ്ലേസിന് മാത്രം തിരിച്ചു ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും. നമ്മളൊന്ന് പറഞ്ഞാലേ ടെൻഷനാ. സാധനം തീരണ്ട. സീരിയസാ ഏതോ മുട്ട വെച്ച് ശരിയാ കൊടുത്ത് വിടറാ നീല എല്ലാത്തിനും.
പോയിട്ടാ പോയിട്ടാ കേട്ടോ. ഇവനൊക്കെ എടുത്ത് കളയാൻ പറയും കാരണം പിടിച്ചാണെങ്കിൽ സ്വന്തം വണ്ടി നമ്മളെത്ര പേരല്ലേ കൊണ്ടുവരാ നോക്കടാ കോച്ചിനും കൂടെ എന്നെ ഊട്ടിക്കൊണ്ടിരിക്കാ കിലോ എന്തിനാ ഏൽക്കട്ടെ? ഇല്ല 3 പേര് 3 പിന്നെ 4 പൊക്കി കൊടുക്കാനാണ് ബ്രോ. നാലടാ വെരിഫൈ ചെയ്താ 4 10 ബ്രോ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ജൂഡിനെ കൂടെ ആക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ. ജൂഡിന്റെ കൂടെ കൺഫേം ആയി കഴിഞ്ഞാലേ 11. അല്ല കില്ല് ചത്ര സ്ഥലം കണ്ടോ? അത് പുള്ളി മാപ്പിന്റെ അടി പോയതാന്ന് തോന്നടാ. ആണോ? കില്ലോടുത്ത് വിളിച്ചേരാൻ പറയണേ. ചെക്കാക്കിയോ? ഗോക്ക് എത്ര പിക്ക് എടുത്തുന്നാ? 9 അല്ലടാ 10 11 വരെ എനിക്ക് കിലോ എടുത്ത് പോകാൻ പറ്റുന്നില്ല, ഒന്ന് നോക്കുവോ? ഒരു പിക്ക് എടുത്തേ കിലോ എടുത്ത് പോകാൻ പറ്റുന്നില്ല എനിക്ക്. പുള്ളി ഇത് വലിച്ചിട്ട് കൊടുക്കണേ, എന്താ സംഭവം എന്നുള്ളത് നോക്കിട്ട്. നോക്കടാ, ചെക്ക് ചെക്ക് ചെക്ക്. അവർ 7 പേരാ. 11 vs 7. കോച്ചും ജൂഡും കേറിയെങ്കിൽ 11 vs 7. കേട്ടില്ല എന്തോടാ കേട്ടില്ല. അത് നോക്ക്, PO ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട്. ഫ്ലഫി ഡൗൺ അല്ലല്ലോ, ഫ്ലഫിനെ തിരിച്ചു കയറ്റിട്ടുണ്ട്. ഫ്ലഫി റീ എൻട്രി കൊടുക്കാൻ പറഞ്ഞോ കിലോയ്ക്ക്? അപ്പൊ വലിച്ചിട്ട് കൊടുക്കാം. ജൂഡിന്റെ എന്തായി? ജൂഡ് അത് വീഡിയോ കില്ലാന്നടാ. ഈ ഫ്ലഫി എങ്ങനെ തിരിച്ചു കയറിയ? ഫ്ലഫി ഓ നമ്മള് ചെക്ക് ചെയ്യപ്പോ നമ്മുടെ PO ഹോൾഡ് ഇട്ടതിന് ശേഷമാടാ. ആരാ ഹോൾഡ് വിളിച്ചത്? നമ്മളെ തരുന്ന ഹോൾഡ് വിളിച്ചേ? അതുകൊണ്ടാണ് പ്രശ്നമായത് ഇപ്പം. കുഴപ്പമില്ല. കോച്ച് എന്താ തെറിച്ചു അപ്പൊ കോച്ച് എങ്ങനെ വിളിച്ചാ? അപ്പൊ മൊത്തത്തിൽ ഹോൾഡ് ചെയ്തു. നമ്മൾ ചെക്ക് ചെയ്താണ് ബ്രോ, നമ്മുടെ POവിലാണ് ചെക്ക് ചെയ്തത്. ജൂഡ് എങ്ങനെ കേറി? ജൂഡ് കേറില്ല, ജൂഡിന്റെ PO ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. സെക്കൻഡ് ചാൻസ് ആണ്, സെക്കൻഡ് ചാൻസ്. അതായത് നമ്മുടെ VCയിൽ പോയ അഡ്മിൻ ആരാണോ നീ ഇനി വല്ല വണ്ടി ഇടിച്ച് മറിഞ്ഞ് മുമ്പിലുള്ളൂ നമ്മള്, അല്ലെങ്കിൽ അടിച്ചു കൊടുക്കും. റെഡിയോ കൂട്ടാ? എടാ ഏത് അഡ്മിന്റെയാ ചെക്ക് ചെയ്ത POV? അമ്മ എത്ര പേരെ കൊന്നു നമ്മള് പുല്ല്? എനിക്കൊരു പിക്ക് ഓൾറെഡി 2 പേര് ഡൗൺ ആണ്. 3 5 ഡീമൻ 1 6. ഡീമൻ ഈ കുത്തല്ലേ? അല്ല ആക്ച്വലി ഞാൻ 2 പേരെ കൊന്നു. ഹോൾഡിന് ശേഷം ഡൗട്ട് ഉണ്ട്. ഹോൾഡിന് മുന്നത്ത് ഞാൻ പറഞ്ഞുതരാം. അവര് 5 പേര് ഡെറ്റായാലും ഓക്കെ, എന്നിട്ട് കളിക്കുക. ഓക്കെ എടാ നമുക്ക് മാക്സിമം അല്ലേ അത് മതി കേട്ടാ. പിന്നെ മൂട്ടി കൊണ്ട് കുത്തണ്ട കേട്ടോ. വെയിറ്റ് 11 അങ്ങനെ കളിച്ചാണ്. എത്ര ലേറ്റ് ആയി ഇപ്പൊ കളി? 1 2 3 4 5 6 7. രാജു വേണ്ട? ഈ രാജുവായി വീഡിയോ പോയിട്ട് നിന്റെ POV കാണിച്ചു കൊടുത്തേ. ഇല്ല ഒന്നില്ല. ജൂഡിനെ വീഡിയോ മാൻ ചെയ്താണോ? ജൂഡ് അറിയില്ല. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് കൊണ്ടുവന്നു. ഇത് ഇന്ന് അവസാനം ഇല്ല. ഇന്ന് 2 മണിയാണ്. റിഗ്ഡ് മാച്ച് ഒന്നും ഞാൻ പറയാൻ ട്രൈ ഹാർഡല്ലേ. ജൂഡ് ഇവിടെ നിൽക്കുന്നത് കണ്ടോ? അവിടെ തീരേണ്ട വാറായിരുന്നു അത്. വീഡിയോ കിക്കിൽ റീ എൻട്രി വന്നോ? വീഡിയോ കിക്ക് ആയത് എങ്ങനെയാ? വണ്ടി റിപ്പയർ ആയിക്കൂടെ? ഇവിടെ
അവന്മാരെല്ലായിടത്തോണ്ട് പോയല്ലോ. വാ എന്നാ നമുക്ക് പോവാം വാ നമുക്ക് റിപ്പയർ ആക്കാം. നമുക്ക് ഇവിടെ നിക്കാൻ പറഞ്ഞു. വാടാ വാടാ ജൂഡ് കയറിയ 12 ജൂഡ് കയറിയ നമ്മളെ 12 റിപ്പയർ കിട്ടിയിട്ട് പിന്നെ എന്തിനാ റിപ്പയർ ചെയ്യാൻ പോണ? അവിടെ റിപ്പയർ ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് എൻ്റർ പണി തീർന്നു. അവരിപ്പോ എത്ര സൗണ്ട് വേളയാ കേക്കട്ടെ. ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് ഡ്രിമിനോട്ട് അവരിപ്പോ എത്ര പേരായി? അവര് എത്ര വേണമെന്ന് എനിക്കറിഞ്ഞൂടാ. അവര് 7 നമ്മളെ 11. എടാ നമ്മളെ ഹരീര ഇതങ്ങനെ എടുത്തിട്ട് ഇക്രൂമോന്റെ POV ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് കൺഫേം ആയിട്ട് അഡ്മിൻസ് പറയും. ഒരേ കാര്യം എങ്ങനെ അറിയും? ഞാൻ ഒരു പൊട്ടനാണല്ലോ. അതെപ്പോഴാണ് മനസ്സിലായേ? നിന്റെ അച്ഛനെ കുറിച്ചല്ലേ വേൾഡ് റെക്കോർഡ് ഓഫ് ലോങ്സ്റ്റ് വാർ. സത്യല്ലേ ഞാൻ 5 മിനിറ്റ് വാറ് ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതിപ്പോ 5 മണിക്കൂറായി. വാറ്റണ്ണ സ്കിൻ കെയർ റൂട്ടീൻ എന്താ? ക്ലിയർ സീൻ ആണല്ലോ. അത് ഇവിടെ ചിലരെ പോലെ ഞാൻ ഇരുന്ന് ഓരോ ഇതൊന്നും ഇടാറൊന്നുമില്ല. മനസ്സിലായി. ചാണകം നല്ല ചൂട് ചാണകം മുഖത്ത് തേക്കും രാവിലെയും വൈകിട്ടും. നീ തിന്നുന്ന കാര്യമല്ല. സൗണ്ട് വെക്കാൻ പറയുന്നത് ഒന്നും വെക്കത്തില്ല. ഭയങ്കര അലമ്പ്. അവൻ ഡൗൺ അല്ല, ഫ്ലഫി ഡൗൺ അല്ല. എടാ അവനിപ്പം 8000 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനൊന്ന് ഇതാവട്ടെ, മനസ്സിലായി? പൊങ്ങിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയില്ല. എനിക്ക് അറിയാം ലൈവ് ആക്കാനാ. അതിന്റെ അല്ലടാ. ചന്ദ്ര ആ ലൈവ് ഒന്ന് ക്ലിക്ക് ചെയ്യടാ. കാർഡിന്റെ കിക്കില് കേറിട്ട് കാണ്. അപ്പൊ ഇതില്ല, ഡിലേ ഇല്ല. ലൈവാടാ ഇത്. അങ്ങനെ കിക്കിലിടറാ, അപ്പൊ ഡിലേ ഇല്ല. ഒന്നുകൂടെ ബൈക്ക് എടുത്ത് ഒന്ന് പ്ലേ. എന്തിനായാലും ഇതില് മാറ്റമൊന്നുമില്ല. ഇതില് ഡിലേ ഇല്ല, മനസ്സിലായ? ഇത് രണ്ടും ഒന്നല്ല. രണ്ടും ഒന്നാണ്. വാക്കിനെ കൊണ്ട് വലിയ കഷ്ടം തന്നെ. അതൊന്നും ഒന്നുമില്ല. ബാക്കി ഒരു ഒറ്റ ഇതിലല്ലേ ഓഫീസിലല്ലേ വരണം. അതിലെങ്ങനെ ഡിലേ വരണം ഒന്ന് പറഞ്ഞുതരൂ. എടാ യൂട്യൂബിൽ അതിന്റെ അകത്ത് തന്നെ ഡിലേ ഉണ്ട്, മനസ്സിലായ? ഓ അങ്ങനെ. ഈ സൗണ്ട് വെച്ചാലേ ആരെങ്കിലും ഊമ്പിയാന്ന് അറിയാൻ പറ്റും. അല്ലാണ്ട് നീ ഇവിടെ ഇരുന്ന് ഊമ്പിയാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഉത്തരം പറയണം. നമ്മളതിന് ഇതിനും പറയാം ഉത്തരം. മോനെ നിർത്ത് നീ. 1:35. മന്ദാരം കണ്ടില്ലല്ലേ നിന്റെ സൈഡിൽ നിന്നവനെ അല്ലേ? എന്തൊരു കളിയോ മന്ദാരം നീ കളിക്കണ. മന്ദാരം നീ എന്ത് കളിയാ നീ കളിക്കണേ? ഓടും 12 ബസ്സസ് എത്രയാണ് അവന്മാരെത്ര? കോച്ച് എന്തേ? കോച്ച് കിലോ ഇല്ല? കിലോ ഉണ്ടല്ലോ. അല്ല കിലോ എവിടെ? രാത്രി 2 മണിക്ക് 7000 പേരാ കാണണേ. കിലുവ 7600 പേരാ. കിലുവിനെ വലിച്ചില്ലേ? കിലുവയുടെ POV എന്താ? ഇല്ല എന്നിട്ട് കിലുവ എവിടെ പോയി? ഉണ്ട് കിലോ ഉണ്ട്. ഇത് എല്ലാം സപ്ലൈ ചെയ്ത് പിള്ളേര് പറഞ്ഞു ഇരിക്കുന്നേ. കിലോ ഉണ്ട് കേട്ടാ. നമ്പറിൽ ഇറങ്ങിക്കണ്ടാ. രണ്ടുപേരാണ്ട് ഉള്ളതെന്ന് അവസാനം. അവസാനം കുത്തണം കേട്ടോ, എല്ലാം സ്പ്ലിറ്റ് ആയി പോകല്ലേ. വണ്ടിക്കകത്ത് കാണുന്നുണ്ടോ? വണ്ടി തന്നെ 6 പേര്. ആണ് കേട്ടാളിയാ. ഈ ഓപ്പൽ കൊണ്ട് കുത്തി എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ്. അമ്മര് ഇറങ്ങി സ്റ്റാൻഡിങ് അടിക്കുന്ന അമ്മരുടെ അടുത്ത് കൊണ്ട് ഒരുമിച്ച് കുത്തി കഴിഞ്ഞാൽ ഊമ്പും ചിലപ്പോ.
ചന്ദ്ര നീ പറഞ്ഞ കേട്ടാ ബാക്ക് വലി ഇവന്മാരെ പ്ലാൻ എമര് കുത്തി ഇറങ്ങി കളിക്കാനുള്ള പരിപാടി മനസ്സിലായില്ല അമര അങ്ങനെ കളിക്കണ ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങി എമരപ്പ് തിരിച്ചു ഇരുട്ടാടെ ഒന്ന് മറ്റേ ഈ മോഡിടാൻ പറ പുള്ളിയെ ഫോൺ വിളിച്ചോളാം എനിക്ക് പുള്ളിയായിട്ട് പുള്ളിയാണ് ഉറങ്ങി തൂങ്ങിയാണ് ചെയ്യുന്നത്. ഞാൻ വിളിച്ചു പറയാം ക്യാമറ നോക്കിയൊക്കെ പുള്ളിയുടെ ക്യാമറയിലും കാണാൻ സത്യം ആളുകൾ തീരാറായി എന്തിനൊക്കെ എന്തൊക്കെ വാലിട്ട് അഞ്ചാമത്തെ നോക്കട്ടാ കൊണ്ടുപോകും പപ്പട ഇരുന്നവിടെ വണ്ടിയെ ഒതുക്കി ഒതുക്കെ പപ്പടത്തിനെ കണ്ടുകൂടാ പപ്പടത്തിനെ കൊല്ലി അവനെ കാണാതിരിക്കാൻ ബെറ്റർ ഗ്രാഫിക്സ് അവിടെ പോയി സ്പാം ചെയ്യുക ഇവിടെ നല്ല പ്ലാൻ ചെയ്യട്ടത്തിൽ വന്ന കേട്ടാ ഇവിടെ ഈ ഒരു സ്ഥലം ഇവിടെ വിട്ട് കളിക്കില്ല കേട്ടാ പുള്ളി ചാറ്റം നോക്കത്തില്ല നീലേ പൊട്ടിയിടാ ടയറ് അത്രേ ഉള്ളു ദൃശ്യം വരി എവിടെ കത്തി എടാ ഇതിന്റെ മണ്ടയ്ക്ക് ഇറടാ ഇതിന്റെ മണ്ടയ്ക്ക് ഇറടാ ഇതിന്റെ മണ്ടയ്ക്ക് ഡിഫെൻഡിങ് ആയിരുന്നു വണ്ടിയിൽ ഒരുത്താൻ ടയറൊന്നുമില്ല എല്ലാ ഹാൻഡിക്യാപ്ഡ് വണ്ടികളല്ല അവന്മാര് ഹാൻഡിക്യാപ്ഡ് വേണം ബൈ ജോക്കർ ബ്രോ താങ്ക് യു ക്യാമറ പോയില്ല താങ്ക് യു സോ മച്ച് ബ്രോ കൂടെ പോ എടാ രാജീവ് അന്തരിച്ച് ആ ജനറേറ്റർ കൊച്ചി ജനറേറ്റർ കൊച്ചു ജനറേറ്റർ അല്ലേ ഇതൊന്നും പൊക്കാൻ പറ്റൂല ഇത് പൊക്കാൻ പറ്റില്ല പച്ച ജനറേറ്റർ കൊണ്ടുപോയി പൊക്കാൻ പറ്റത്തില്ല ദൈവം പിന്നെ ദൈവം ഓക്കെ സെറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി ഇറങ്ങി പണ്ണ് നമ്മുടെ വണ്ടി താഴെപ്പെടാ ഇത് പണ്ണപ്പെട്ട് ഇവിടെ ഹോൾഡിങ് മലയുടെ വീട്ടിലാണ് നമ്മുടെ കിണ്ടിയുടെ ആത്മശാന്തിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു നേരം കിണ്ടിയുടെ ദൈവത്തെ മനസ്സിലായ വായി കിട്ടിയല്ല
പ്രണവ്സേട്ടൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ കറന്റ് ഇടിച്ച് കൈകൊണ്ട് ഇടിച്ചു കൊല്ലാനുള്ള ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൈകൊണ്ട് ഇടിച്ചു കൊല്ലാനുള്ള ശ്രമം ഒരു 1v10 ആണ്. നീലൊക്കെ ജുഗ്രൂനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ പ്രണവ്സേട്ടനെ നീല് ഡൗൺ ആക്കിയിട്ടുണ്ട്. ജനറേറ്റർ പൊട്ടിത്തെറിച്ചത് കേട്ട് എല്ലാവരും 2 മിനിറ്റ് സൈലൻസ്. നല്ല കാര്യം. രാജുഭായി 2 മിനിറ്റ് സൈലൻസ് എല്ലാരും. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല് സിറ്റിയില് പറയണത് പോലെ മറ്റേ അച്ചിപ്പട്ടികളെയൊക്കെ എടുത്തടിച്ചിട്ട് മറ്റേ അവിടെ അവന്റെ ഒക്കെ അടുത്ത് പോയി അടിക്കുന്ന മെസ്സ് പോലെ ടിവിയുടെ അടുത്തോട്ട് ഇനി വരാൻ പാടില്ല. 2ാമത്തെ വട്ടമാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നെ മറ്റേ ഫയൽ ഇട്ടത് നോർമലൈസ് ചെയ്ത് കുറെ കണ്ടികളുണ്ടല്ലോ HFലെ, ആ കണ്ടിയുടെ അടുത്തുനിന്ന് വന്ന മെയിൻ കണ്ടി പ്രണവേ, നിന്നോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നീ നിന്റെ കാര്യവും നിന്റെ റേഡിയോയുടെ കാര്യവും പിന്നെ സുൽത്താനെയും കൂടെ റേഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം. പുള്ളിയോടൊന്ന് സംസാരിച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ നിനക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നീ ആ റേഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമായിട്ട് നോക്കിയാ ടിവിയുടെ റേഡിയോയിൽ ആര് കണക്ട് ചെയ്യണ്ടെന്നൊക്കെ ടിവിയുടെ കാര്യം നോക്കിക്കോളും, ടിവിയെ നോക്കിക്കോളും. നീ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നീ ഒരേ സമയം ഹെൽഫയറിനും സുൽത്താനും MRCക്കും ടിവിക്കും വേണ്ടി കളിക്കണ്ട കേട്ടോടാ പ്രണവ് കണ്ടി, മനസ്സിലായ? അപ്പൊ ഗെറ്റ് ഗുഡ്, പോയി ഒന്നുകൂടെ ഇതാക്കിട്ട് വാ. തരാം വിഷയങ്ങൾ എല്ലാരും നന്നായിട്ട് വേറൊന്നും പറയണ്ട വിട്ടേ. ഇത്ര മതി, കഴിഞ്ഞു. നമുക്ക് വിട്ട്, കാരണം ഈ കണ്ടികൾ ഇത്രേ ഉള്ളൂ. ഇതിന് അപ്പുറത്തോട്ട് വേറെ ഒന്നും പറയാനില്ല. കഴിഞ്ഞു. ഇനി പോയിരുന്ന് ഇനി ഒരു കാര്യം ചെയ്യണം. ഇനി നീയൊക്കെ കുറച്ചെണ്ണം അവിടെ ഇരുന്ന് അയ്യോ ഇത് അഡ്മിൻ ഫേവറബിൾ ഡിസിഷൻ അവർക്ക് വേണ്ടി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെർവറിൽ നിന്ന് ഇറങ്ങണം. മതി, നീ ഗതികെട്ട് കളിക്കണ്ട. മതി കേട്ടോ. കഴിഞ്ഞ് നിങ്ങൾക്ക് ബാക്കി ഓഡിയൻസിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വാർ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്പെഷ്യലി വേറൊരു കാര്യം കൂടെ, KV അടിച്ചപ്പം നമ്മളടുത്ത് അവരാധിക്കാൻ കുറെ കൊച്ചുമുണ്ടാൾ വന്നായിരുന്നു. അതൊക്കെ നിനക്ക് വീണ് കിട്ടിയ അവസരത്തിൽ നിനക്കൊക്കെ കിട്ടിയ ഒരു സാധനമാണ്. അതിന്റെ അപ്പുറത്തോട്ട് നിനക്കൊന്ന് സംസാരിക്കാനുള്ള ഒരു കൂട്ടം പിള്ളേർക്ക് ഉറക്കമില്ലാത്ത രാത്രി. നിന്റെ ചാറ്റ് കണ്ടില്ലേ റോളക്സ് കണ്ട? എടാ മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഞാനിപ്പോ ഇത് കണ്ട് സന്തോഷത്തോടെ പോയി കിടന്ന് ഉറങ്ങുമ്പോ നീ 2 വട്ടം അടി കിട്ടി എന്റെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വിഷമിച്ച് അല്ല നിന്റെ ജീവിതം ആലോചിക്കുമ്പോഴേ എനിക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കി. നീ ഗെയിമോ കളിക്കുന്നില്ല, നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർക്ക് കഴിവോ ഇല്ല. അവന്മാർക്ക് വേണ്ടിയിട്ട് നിന്റെയൊക്കെ ഉറക്കം കളഞ്ഞ് നീയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ ഗതികേട് ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരുന്നു. ഞാൻ വീണല്ലേ, എനിക്ക് നട്ടലൊടിഞ്ഞല്ലേ. അളിയാ നമ്മുടെ വിൻ സ്ട്രീക്ക് എത്രടാ? നമുക്ക് ഒരു 14 കളി കളിച്ചാ, ഒരു 14 കളി കണ്ടിന്യൂസ് ജയിച്ചാൽ നമുക്കൊരു PC ഉണ്ടേ. നമുക്കൊരു PC ഉണ്ട് 14 കളി കണ്ടിന്യൂസ് ജയിച്ചാൽ. 14 കളി കണ്ടിന്യൂസ് ജയിച്ചിട്ട് വേണോടാ എനിക്ക് എന്റെ PC ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണോടാ. എനിക്ക് മുട്ട് ലാഗടാ. എനിക്ക് മുട്ട് ലാഗ്. നമ്മുടെ ഒരു അടിയുള്ളൂ വീണ്ടും പോകും. ലൈവിൽ ഇരുന്ന് കുറെ വിളിച്ചായിരുന്നേ, അതിനുള്ള നീ മറുപടി അങ്ങ് പറഞ്ഞിട്ട് നിർത്തിയത്. അത് മറ്റേ ഇക്രോ അല്ലേണ്ണ? ഞാൻ നിനക്ക് ആരോടാ പറയണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറഞ്ഞു നിർത്തിക്കോ. എടാ എനിക്ക് ഇക്രോനാണ് പറയാനുള്ളത്. അവൻ പറഞ്ഞ് കഴിവുള്ള കുറച്ചാ എന്ന് പറഞ്ഞു. പിന്നെ 2ാമത്തത് ഇന്നെന്റെ തന്തയ്ക്ക് വിളിച്ചു, മനസ്സിലായോ? അപ്പം ഇക്രോന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഈ കുറെ ഊമ്പന്മാരുടെ കൂടെ നിൽക്കുന്നതിന് ഭേദം നീ ഇതുപോലാണ് എല്ലാ ഊമ്പിയ ഗ്യാങ് കയറും ഒരു 5 ദിവസം കഴിയുമ്പോൾ ഇറങ്ങും. അങ്ങനെ ഒരു വർഷത്തിൽ 10 ഗ്യാങ് നീ കയറിയിട്ടുണ്ടെന്ന് നീ ആലോചിക്കുക. എനിക്കതിന്റെ ഗതികൾ ഉണ്ടായിട്ടില്ല. ഒരു വർഷത്തിൽ 10 ഗ്യാങ് കയറുന്ന പുണ്ടച്ചു പോകാൻ, മനസ്സിലായോ? ഒരു കാര്യം അല്ല, എനിക്ക് എക്സ്പ്ലനേഷൻ ലൈവ് ഒന്നും വരാൻ വേണ്ടി വയ്യാത്തതുകൊണ്ടാണ് ഇവിടെ തന്നെ ക്ലിയർ ആക്കുന്നത്. കാരണം നിങ്ങൾ TV ഓഡിയൻസ് അറിഞ്ഞു എനിക്ക് വേറെ മറ്റേ സ്കൂളില്ലാത്ത പയ്യന്മാരെ ഒന്നും എനിക്ക് ഇത് ബോധിപ്പിക്കാനുള്ള കാര്യമൊന്നും എനിക്ക് വയ്യ. കാരണം ഇവന്റെയൊക്കെ ബ്രെയിൻ ഊരി മേടിച്ചിരിക്കും അവർ അതല്ലാത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയണേ ഗൈസ്, ഇന്നലത്തെ സിറ്റുവേഷനിൽ നമ്മൾ അഡ്മിനെ കൊണ്ടുവന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചൊരു കാര്യം കൂടാണ്. ഇന്നലെ നിങ്ങളല്ല കുറെ അച്ചിപ്പട്ടികളും കുറെ അവരുടെ ലീഡറും ലീഡർ അടക്കം കുറെ എണ്ണം TVAX KVA എന്നൊക്കെ പറഞ്ഞ് KVA ബാക്കപ്പ് വന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഗൈസ് എന്താ കാര്യം നിങ്ങളുടെ അടുത്ത് തെളിച്ചൊന്നുകൂടെ പറയാം. ഇതൂടെ കേട്ടോ. കൺവേർട്ടിംഗ് എന്നും അണ്ടിന്നും ഒക്കെ നീയൊക്കെ നിന്റെ മറ്റേ ലീഡറിന്റെ ലൈവിൽ പോയിരുന്ന് മുമ്പിയാൽ മതി. എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നാൽ നല്ല വിളി ഞാൻ വിളിക്കും. ഒരു കാര്യം പറയണം. ഇത് കേട്ടോ,
പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൈസ് KVയുടെ ആൾക്കാർ KV ഓൾറെഡി സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുക ഇവരോട്. കാരണം KVക്ക് ഒരു അടി കിട്ടിയോണ്ട് അവർ തിരിച്ചടിക്കാൻ വേണ്ടി ഓൾറെഡി നിൽക്കുക. അപ്പോൾ സിറ്റുവേഷൻ ഇന്നലെ നമ്മുടെ ഹോസ്റ്റേജിൻ്റെ അടുത്ത് വന്ന അവന്മാർ താങ്ങി തൂങ്ങിയൊക്കെ നിന്ന് എങ്ങനെയും ഒരു വള്ളി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ താങ്ങി തൂങ്ങി നിന്ന്. അപ്പോൾ അവരവിടെ നിന്ന സമയത്ത് അവരുടെ അദ്ദേഹത്ത് വെടികൊണ്ട് ഈ വെടികൊണ്ട കാര്യം നേരെ പോയി അവരവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഫ്ലഫി എന്ന് പറയുന്ന പ്ലെയർ അന്നേരം അവിടെ നിന്ന് നേരെ പോയിട്ട് KVയുടെ വണ്ടി എടുത്ത് KVയുടെ വണ്ടി. ഈ POV ഒന്നും നിങ്ങളെ ആരും കാണിച്ചു തരില്ല. കാരണം ഇവരിങ്ങനെ അങ്ങ് പറയും. അവർ പറയുന്നത് വിശ്വസിച്ചു വേണം. അതാണ് അവിടുത്തെ നിയമം. ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫ്ലഫി പോയി KVയുടെ വണ്ടി എടുത്തു. KVയുടെ വണ്ടി എടുത്തപ്പം KVക്കാർ ചോദിക്കാൻ വന്നു, നീ എന്തിനാടാ വണ്ടി എടുത്തതെന്ന്. അവരുടെ വണ്ടി എടുത്തുകൊണ്ട് ഫ്ലഫിയാണ് പോയി അവിടെ ഈ പറയണത് പോലെ അവരുടെ വണ്ടി എടുത്ത് സിറ്റുവേഷൻ ട്രിഗർ ചെയ്തത്. അതിനാണ് ഫ്ലഫിയെ ഹോസ്റ്റേജ് എടുത്തത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഞാനും KVയും TVയോട് ഒരുമിച്ച് ഫ്ലഫിയെ ഗണ്ണയും ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ ഗൈസ് ഇവരുണ്ടല്ലോ, ഇന്നലെ കളിച്ചപ്പോൾ ഇവരൊരു വെസ്റ്റ് ഇട്ടാ ഗൈസ് കളിച്ചത്, അതായത് ഒരു പിങ്ക് കളറിലെ വെസ്റ്റ്. നമ്മൾ മുതുക്കിൽ അടിക്കാൻ ചെന്ന സമയത്ത് ഇവൻ ഷർട്ട് ഊരി വെസ്റ്റ് ഇട്ടുകൊണ്ട് ഓടി. ഞാൻ അന്നേരം ഇവനെ അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വണ്ടിക്കകത്തുനിന്ന് ചാടി ഇറങ്ങി. ഞാൻ റേഡിയോ കോൾ കൊടുത്ത് എല്ലാവരും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് റേഡിയോ കോൾ കൊടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഗണ്ണയും ചെയ്തപ്പോഴത്തേക്കിന് KVയുടെ ആൾക്കാർ ഫ്ലഫിയെ ഗണ്ണയും ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഫ്ലഫിയോടാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അപ്പാർട്ട് ഫ്രം ദ RP ആണ് സംസാരിക്കുന്നത്. ഫ്ലഫി ആയതുകൊണ്ട് വെറുതെ അവിടെ ഇരുന്ന് അത് സംസാരിച്ച് മോശമാക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്ത് പോയി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു അവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഒന്നും സംസാരിച്ചില്ല, ഞാൻ ഒന്നും ഇതാക്കിയില്ല. ഫ്ലഫി ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്ത് തിരിച്ചു പോയി. അതാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് KVയും TVയോട് ഒരുമിച്ച് നിന്ന് ഗണ്ണയും ചെയ്തൊന്നുമില്ല. എൻ്റെ കയ്യിൽ POV ഉണ്ട്. എനിക്കിനി ഇതൊന്നും ഞാൻ ഇത് ഓൾറെഡി കാണിക്കേണ്ടവരെ കാണിച്ച് ഇനി എക്സ്പ്ലനേഷൻ ലൈവായിട്ട് ഡെയിലി വരാൻ വയ്യ. എനിക്കിതല്ല പണി. എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിലൂടെ ഞങ്ങളിത് റീസെറ്റ് ചെയ്യുക. അടിക്കാൻ കഴിവില്ല, എന്നാലും നിനക്കൊക്കെ അടിക്കാൻ കേബിലിറ്റി ഉള്ള സമയത്ത് വാ. ആ സമയത്ത് നമുക്ക് ബാക്കി സിറ്റുവേഷൻ എടുക്കാം. എൻഡ് ഓഫ് ദ സിറ്റുവേഷൻ പ്രാക്ടീസ് സെർവർ പോയിട്ട് വാങ്ങ തിരുപ്പിയോ. പ്രാക്ടീസ് സെർവറിൽ പോയി കുറെ മെന്റൽ പരിപാടികളൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണ TV കളിക്കുന്ന പ്ലേയിങ് സ്റ്റൈലല്ല നമ്മൾ ഇന്ന് കളിച്ചത്. ഇന്ന് ഓൾറെഡി നമുക്കറിയായിരുന്നു ഇത് ഇങ്ങനെ ഡിലേ ആക്കി ലേറ്റ് ആക്കി കളിക്കാനുള്ളത്. അതിൽ 2 കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ അടി കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ KVയുടെ അടി കൊള്ളുമോ എന്നുള്ള പേടി. ഒന്നാമത്തെ കാര്യം. ഫസ്റ്റ് കാര്യം അതാണ്. അതുകൊണ്ട് ഓൾറെഡി ഇവന്മാർ ഡിലേ സ്ട്രാറ്റജി കളിച്ച് ഞങ്ങൾ ഇന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇവന്മാർ പുഴിപ്പിക്കാൻ നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ തിരിച്ച് കളിച്ചു കൊടുക്കണമെന്ന്. ഈ ഒരു വാർ മാത്രമേ ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് പറയാം, ഈ ഒരു വാർ മാത്രമേ ഇങ്ങനത്തെ ഒരു പ്ലേയിങ് സ്റ്റൈൽ TVയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഇത് ഇന്ന് എങ്ങനെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന അതുപോലെ തിരിച്ച് പുഴിപ്പിക്കാൻ വേണ്ടി നിന്നാണ്. അത് നല്ല രീതിയിൽ എല്ലാവരും എക്സിക്യൂട്ടും ചെയ്ത് കളിച്ച് മനസ്സിലായി. ഇനി ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേറെ കേസ് ഇതിൽ കൂടുതൽ ഞാൻ OC പറയണില്ല, ഞാൻ ആരെ തെറി വിളിക്കുന്നില്ല, ഞാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ നിർത്തുക, ഇവിടെ കഴിഞ്ഞു, ഞങ്ങൾ അടിച്ചു, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഇതിൻ്റെ റിപ്ലൈ റീൽ കൊടുക്കും, വേറെ സിനിമാറ്റിക്സ് ഒന്നുമില്ല, കഴിഞ്ഞു. ആൻഡ് ഇത് ഈ ഒരു വാർ TVയുടെ എല്ലാ ഓഡിയൻസിനും അതുപോലെ KVക്കും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. പറഞ്ഞോ കോച്ച്, പറഞ്ഞോ. അപ്പാപ്പൻ വന്നിട്ട് ഒന്ന് சொன்னார் ஸ்டார்டிங்ல, ஈகிளை தூக்குனா என்ன நடக்கும்ட்டு காணிச்சு தந்து. அത്ര ഉള്ളു.